ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് 1 + x² dy 2xy dx cot x dx എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ലീനിയർ ഇക്വേഷനിലെ ക്വസ്റ്റൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? dy/dx പ്ലസ് y ഈക്വൽ ടു q ആണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ക്വസ്റ്റൻ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പഠിക്കാത്ത ക്വസ്റ്റൻ ആണ്, നമ്മൾ ചെയ്യാത്തൊരു ക്വസ്റ്റൻ ആണെങ്കിലും ആദ്യമേ അതിന്റെ ജനറൽ ഫോർമുല എഴുതുക. dy/dx പ്ലസ് py ഈക്വൽ ടു q. അതിന് അടുത്ത സ്റ്റെപ്പിൽ ആ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റണം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ ഏതാണ് dy/dx എന്നാ വരുന്നത് അല്ലെ? പക്ഷെ ഇവിടെ dy മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഇതിനെ എല്ലാത്തിനെയും നമ്മൾ dx കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 + x² dy/dx then plus 2xy dx by dx equal to cot x dx divided by dx. dx കൊണ്ട് നമ്മൾ ആ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ dxഉം dxഉം സെയിം ആണ്, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഈ dx നമുക്ക് ക്യാൻസൽ ആയി പോകും. ബാക്കി അപ്പൊ നമ്മുടെ ജനറൽ ഫോർമുല ആയില്ലേ നോക്കിയേ, 1 + x² dy/dx പ്ലസ് 2xy ഈക്വൽ ടു cot x ആയി. വീണ്ടും നോക്കുക, dy/dxന്റെ ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ നമുക്ക് ഈ 1 + x² അവിടെ വേണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 + x² കൊണ്ട് വീണ്ടും നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ dy/dx വരും പ്ലസ് 2xy. ഇതിനെ 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഇതിന്റെ താഴെ 1 + x² വരും. ഇതിന്റെ താഴെ cot xന്റെ താഴെ 1 + x² വരും. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും എല്ലാ ഫംഗ്ഷനെയും ഈ 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിനെ 1 + x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + x²ഉം 1 + x² ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ dy/dx മാത്രം വരും. ഇവിടെ 2xy ഡിവൈഡഡ് ബൈ 1 + x² വരും. ഈ cot xന്റെ താഴെ ഡിവൈഡഡ് ബൈ 1 + x² വരും. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിന്റെ ആദ്യം ഫസ്റ്റ് ഈ ഫോമിലേക്ക് മാറ്റുക. അപ്പൊ അതിന് ആ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണോ അത് ആദ്യമേ ചെയ്യുക. അപ്പൊ ആദ്യം ജനറൽ ഫോമിലാക്കി കിട്ടിയ ബാക്കി ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കിക്കുക മക്കളെ, പി എന്ന് പറഞ്ഞ എവിടെയാണ്? dy/dx ആയി ഈ y ഒഴിച്ച് ബാക്കി വരുന്നതാണ് ഇവിടെ പി എന്ന് പറഞ്ഞത്. പി എന്ന് പറഞ്ഞാൽ അപ്പൊ ഏത് വരും? 2x ഡിവൈഡഡ് ബൈ 1 + x² വരും. ഇനി q എന്ന് പറഞ്ഞ ഏതാണ്? ഇതാണ്. q ഈക്വൽ ടു cot x ഡിവൈഡഡ് ബൈ 1 + x² വരും. അപ്പൊ p ആയി ഓൾറെഡി q ആയി. ഇനി നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻∫ pdx ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്റഗ്രൽ pdx കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ വേണമെങ്കിൽ അവിടെ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ആൻസർ എടുത്ത് എഴുതിയാലും മതി, കുഴപ്പമില്ല. അപ്പൊ ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 + x² dx വരും. ഇവിടെ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. അങ്ങനെ ഒരു പവർ കുറവാണെങ്കിൽ അപ്പൊ ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. t = 1 + x². കുറെ ക്വസ്റ്റിനകത്ത് വരുന്നതുകൊണ്ട് നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അല്ലെ? 1ന്റെ ഡെറിവേറ്റീവ് 0 ആവും, 2x dx അങ്ങനെ തന്നെ അവിടെ എഴുതിയാൽ മതി. s²ന്റെ ഡെറിവേറ്റീവ് 2x വരും, 1ന്റെ ഡെറിവേറ്റീവ് 0 വരും. അപ്പൊ ഈ 2xനും dxനും പകരം നമ്മൾ ആരെ കൊടുക്കും? dt കൊടുക്കും. അപ്പൊ നമ്മൾ dt ഡിവൈഡഡ് ബൈ t വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു log t വരും. log tയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 + x² അല്ലെ? t അല്ലേ നമ്മൾ 1 + x² കൊടുത്തേ. അപ്പൊ log 1 + x² വരും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിനകത്ത് p കിട്ടും. അപ്പൊ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻∫ pdx ആണ്. അപ്പൊ ഇന്റഗ്രൽ pdx എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണ log 1 + x² ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഇയും ലോഗും ക്യാൻസൽ ആയി പോകില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്നാ? 1 + x². ഈയുടെ പവർ എപ്പോൾ ലോഗ് വന്നാലും ബേസ് സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ 1 + x² കിട്ടും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷനിലേക്ക് കൊടുത്താൽ പോരെ? y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ × dx ആണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ അവിടെ എഴുതും, 1 + x² എഴുതി. q എന്ന് പറയണത് നമുക്ക് കിട്ടിയിട്ടുണ്ട് cot x ഡിവൈഡഡ് ബൈ 1 + x² ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയേക്കണത് 1 + x² × dx വരും. അപ്പൊ നമ്മൾ ആ ഇക്വേഷനകത്ത് അതാത് സ്ഥാനത്ത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 1 + x²ഉം ഈ 1 + x²ഉം ഓൾറെഡി എന്തായി പോകും? അവിടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? y × 1 + x² ഈക്വൽ ടു cot x ×
ഡി എക്സ് വരും. അപ്പോൾ ഇവിടെ 1+s² ഈ 1+s² ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് കോട്ടക്സ് ഇൻറ്റു ഡി എക്സ് ആണ് വരുന്നത്. കോട്ടക്സ് ഇൻറ്റു ഡി എക്സ് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ y ഇൻറ്റു 1+s² അങ്ങനെ തന്നെ വരും. കോട്ടക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം ലോഗ് മോഡ് സൈൻ എക്സ് ആണ് പ്ലസ് ഇ വരും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് y ഇൻറ്റു 1+s² ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് ഇ വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ടാൻ എക്സിനും ചോദിക്കാറുണ്ട്. അതൊരു എക്സാമ്പിൾ 1+s² dy/dx പ്ലസ് 2xy ഈക്വൽ ടു ടാൻ എക്സ് ചോദിക്കാറുണ്ട്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് ക്ലാസ്സോറ എന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ്സോറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓരോരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയി കാണാവുന്നതാണ്.